മാത്സ് ഗുരുവിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാക്സിമം മിനിമ എന്ന് പറയുന്ന +2 ടോപ്പിക്കാണ്. മാക്സിമം മിനിമയും കൂടെയാണ് നമുക്ക് അതിൽ പെൻഡിങ് ആയിട്ടുള്ളത്. അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെഷൻ ആയിട്ടുള്ള മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്ന സെഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ മാത്സ് ഗുരുവിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക. അതായത് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അതിലെ 2 ഡെഫിനേഷൻ പറഞ്ഞതിന് ശേഷം ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം അത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ മാക്സിമം മിനിമ എന്ന് പറയുന്നതാണ് ടോപ്പിക് എന്ന് പറയുന്നത്. ഒരു ഡെഫിനേഷൻ പറയുകയാണ്. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ഇന്റർവെൽ എൽ. എല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ച് പറയുകയാണ്. എഫ് ഈസ് സെഡ് ടു ഹാവ് എ മാക്സിമം ഇൻ എൽ. അതായത് ആ ഇന്റർവെല്ലിൽ ഒരു വാല്യൂല് അല്ലെങ്കിൽ ഏതെങ്കിലും 2-3 വാല്യൂല് അത് മാക്സിമം ആകാം. മാക്സിമം ആകുന്നതിന് കണ്ടീഷൻ എന്താണ്? ഇഫ് there exists a point C in L such that f of C greater than or equal to f of x for all x belongs to L, then the number of f of C is called the maximum value of the f in L, and point C is called a point of maximum value of maximum value of f in L. അതായത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് നമുക്ക് ഒരു ഇന്റർവെല്ലിനകത്തുള്ള ഒരു ഫംഗ്ഷൻ തരും. ആ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് കൂടിയ വാല്യൂയിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഏത് കൊടുത്താലും അതെന്ന് പറയുന്നത് ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് വലുതാണെങ്കിൽ നമുക്കൊരു ഡെഫിനിറ്റ് വാല്യൂ കാണും, ഒരു പോയിന്റ് കാണും. അത് ഒരു ഗ്രാഫ് വെച്ച് വരയ്ക്കാം. അതിനുശേഷം ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തമാവും. നിങ്ങൾ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എഫ് ഈസ് സെഡ് ടു ഹാവ് എ മാക്സിമം വാല്യൂ ഇൻ എൽ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ആകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ എൽ എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ മാക്സിമം ആകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇഫ് there exists a point C, അതിൽ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യണം. ഒരു സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇൻ സച്ച് ദാറ്റ് എഫ് ഓഫ് സി ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ എന്ന് പറയുന്നത് ബാക്കിയുള്ള വാല്യൂല്, അതായത് ഈ ഇന്റർവെല്ലിനകത്തുള്ള വാല്യൂ ആണ് എക്സ് എന്ന് പറയുന്നത്, ഈ ഇന്റർവെല്ലിനകത്തുള്ള വാല്യൂ ആണ്. ആ വാല്യൂവിനേക്കാൾ വലിയ റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ ആ നമ്പർ ഓഫ് എഫ് ഓഫ് സി എത്രമാത്രം ആ വാല്യൂ കൂടുതലായിട്ട് കിട്ടുന്നുണ്ടോ അതെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? മാക്സിമം ആണെന്ന് പറയാം. ഈസ് കോൾഡ് മാക്സിമം വാല്യൂ ഓഫ് എഫ് ഇൻ എൽ, ആൻഡ് സച്ച് പോയിന്റ് സി ഈസ് കോൾഡ് എ പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ ഓഫ് എഫ് ഇൻ എൽ. അതായത് ആ ഏതിനാണോ വലിയ റിസൾട്ട് കിട്ടുന്നത്, ആ വലിയ വാല്യൂ കിട്ടുന്നത്, ആ പോയിന്റുകളെ പറയുന്ന പേരാണ് മാക്സിമം വാല്യൂസ് എന്ന് പറയുന്നത്. ആ പോയിന്റുകളെ പറയുന്ന പേരാണ് മാക്സിമം വാല്യൂസ് എന്ന് പറയുന്നത്. നേരെ തിരിച്ചുള്ളതാണ് മിനിമം ഇതെന്ന് പറയുന്നത്. എഫ് ഈസ് സെഡ് ടു ഹാവ് എ മിനിമം വാല്യൂ ഇൻ എൽ ഇഫ് there exists a point C in L such that f of C less than or equal to f of x for all x belongs to L. The number of f of C in this case is called the minimum value of f in L, and the point C in this case is called a point of minimum value of f in L. Then സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതൊരു ഗ്രാഫ് ഉപയോഗിച്ചെന്ന് പറയാം. നമ്മൾ ഒരു ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഗ്രാഫില് നമ്മൾ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്.
അപ്പോൾ ആ പി എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ വാല്യൂ എന്ന് പറഞ്ഞത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴും വാല്യൂവിന്റെ എന്ത് വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എന്തെന്ന് പറയാം, ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ഇവിടെ ഒരു സി എന്ന് പറയുന്ന പോയിന്റ് വരയ്ക്കാം, ഇവിടെ ഒരു ഡി എന്ന് പറയുന്ന പോയിന്റ് വരയ്ക്കാം. ഇതെല്ലാം ഇതിന്റെ ടേണിംഗ് പോയിന്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് ഇതിലേക്ക് പോകുമ്പോൾ ഇത് എന്തായിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മാക്സിമം പോയിന്റുകളായിരിക്കും. ഇതെന്ന് പറയുന്നത് മിനിമം വാല്യൂസുകളായിരിക്കും. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ കിട്ടുന്നത് എന്താണ്, മിനിമം വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്, മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുകയാണ്. സി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സി എന്ന് പറയുന്ന പോയിന്റില് വാല്യൂ എന്ന് പറയുന്നത് മാക്സിമവും അല്ല മിനിമവും അല്ല, മാക്സിമവും അല്ല മിനിമവും അല്ല. വാല്യൂ എന്ന് പറയുന്നത് മാക്സിമവും അല്ല മിനിമവും അല്ല, അങ്ങനെയുള്ള പോയിന്റുകൾ വരാം. ഓക്കെ, ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമവും അല്ല മിനിമവും അല്ല, അങ്ങനെയുള്ള പോയിന്റുകൾ വരാം. ആ പോയിന്റിനെ നമ്മൾ എക്സ്ട്രീം പോയിന്റ് എന്നാണ് പറയുന്നത്. ആ പോയിന്റിനെ നമ്മൾ എന്ത് പറയും, എക്സ്ട്രീം പോയിന്റ് എന്ന് പറയും. എക്സ്ട്രീം പോയിന്റ് എന്ന് പറയും. അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയേണ്ടത്. സെന്റൻസ് ആയിട്ട് പറയുന്നില്ല, എന്താണ്, എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നു. ആ പോയിന്റിനെ നമ്മൾ എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നു. ഡെഫിനിഷനിലും വലിയ പ്രാധാന്യമൊന്നുമില്ല, നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് കാര്യം അറിയുക, ഡെഫിനിഷനിൽ ജസ്റ്റ് കാര്യം മാത്രം മനസ്സിലാക്കുക. എന്നതിന് ശേഷം പ്രോബ്ലത്തിലാണ് വളരെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആണ് പറയുന്നത്, let f be a real function and let c be an interior point in the domain of it. Then first point, c is called a point of local maxima if there is an h greater than 0 such that f of c greater than or equal to f of x for all x in ordered pair c minus h comma c plus h. The value of f of c is called the local maximum value of f. ജസ്റ്റ് നിങ്ങൾ ഡെഫിനിഷൻ മാത്രം അറിഞ്ഞിരിക്കുക. ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അത്രമാത്രം മതി. വേറെ കൂടുതലായിട്ടൊന്നും വേണ്ട. ഇതിന്റെ വർക്കിംഗ് റൂൾ മാത്രമേ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ രണ്ട് വർക്കിംഗ് റൂൾ ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കാനും സെക്കൻഡ് ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കാനും. അത് ആ വർക്കിംഗ് റൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ രണ്ടാമത്തെ ഡെഫിനിഷൻ ലോക്കൽ മിനിമയുടെ കാര്യമാണ് പറയുന്നത്. C is called a point of local minima if there is an h greater than or greater than 0. 0യേക്കാളും വലിയ വാല്യൂ ആയിരിക്കണം h ന് എടുക്കേണ്ടത്. such that f of c എന്ന് പറയുന്നത് less than or equal to f of x ആയിരിക്കണം, ചെറുതായിരിക്കണം. then for all x in c minus h comma c plus h the value of f of c is called the local minimum value of f. okay, ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് അതിനേക്കാളും ചെറിയ വാല്യൂ കിട്ടുന്നതിനെയാണ് ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. ദെൻ വർക്കിംഗ് റൂൾ മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. വർക്കിംഗ് റൂളിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് വർക്കിംഗ് റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഡെറിവേറ്റീവ് ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. let f be a function defined on open interval let f be continuous at the critical point c in L. If f dash of x changes sign positive to negative as x increase through c. Okay, that is f dash of x is greater than 0 at every point sufficiently close to the left of c and f dash of c less than 0 at every point sufficiently close to and to the right of c. Then c is a point of local maxima. ഈ കണ്ടീഷൻ വരികയാണെങ്കിൽ ആ പോയിന്റിനെ പറയുന്ന പേരാണ് എന്നത് പറയുന്നത് ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്.
Then local minimum ആവുമ്പോഴത്തേക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആണ്. If f dash of x is change sign from negative to positive, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോവുകയാണ്. As x increases through c, x എന്ന് പറയുന്നത് c ക്ക് അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയാണ്. That is f dash of x is less than 0 at every point sufficiently close to and to the left of c, and f dash of x greater than 0 at every point sufficiently close to and to the right of c, then c is point of maximum. ഇതാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻ വരികയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമ ആയിരിക്കും, ലോക്കൽ മിനിമ ആയിരിക്കും. ദെൻ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഇപ്പോൾ പറഞ്ഞ രണ്ട് കണ്ടീഷനും അല്ലാത്ത കണ്ടീഷൻ വരാം. അതിനെ പറയുന്ന പേരാണ് എന്താണ്? ഇൻഫ്ലഷൻ എന്ന് പറയുന്നത്, പോയിന്റ് ഓഫ് ഇൻഫ്ലഷൻ എന്ന് പറയുന്നത്. കണ്ടീഷൻ ഇതാണ്: ഇഫ് എഫ് dash of x does not change sign as x increase through c. c യുടെ വാല്യൂ മാറുക, സൈൻ ചേഞ്ച് ചെയ്തില്ല, എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാതിരിക്കും. then c is neither point of local maxima nor a point of local minima. അതായത് ആ സമയത്ത് ഇതിന് ലോക്കൽ മാക്സിമം ഇല്ല, ലോക്കൽ മിനിമം പോയിന്റും ഇല്ല എന്ന് പറയാൻ വേണ്ടി വരും. in fact such a point is called പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയും. ആ പോയിന്റിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലെ പ്രോബ്ലത്തിലേക്ക് പോകാം. ടെസ്റ്റ് ആണ് പറയുന്നത്: ലെറ്റ് f be a function defined on an interval L and c belongs to L. Let f be a twice differentiable at c, then x is equal to c is a point of local maxima if f dash of c is equal to 0 and f double dash of c is less than 0. The value f of c is local maximum value of f. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ അത് 0യേക്കാളും ചെറുതാണെങ്കിൽ, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ അത് 0യേക്കാളും ചെറുതാണെങ്കിൽ ആ വാല്യൂവിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ 0യേക്കാളും ചെറുതാണെങ്കിൽ ആ വാല്യൂവിനെ പറയുന്ന പേരാണ് ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ 0യേക്കാളും വലുതാണെങ്കിൽ ആ വാല്യൂവിനെ പറയുന്ന പേരാണ് ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻ ഫെയിൽ ആകുന്ന സമയത്ത്, അതായത് the test fails f dash of c is equal to 0, f double dash of c is equal to 0. In this case we go back to the first derivative test. അതായത് ഈ ടെസ്റ്റ് ഫെയിൽ ആകുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് തന്നെ പോകണം. and find whether c is a point of local maxima, local minima or a point of inflation. ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, അതുപോലെ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിനെക്കാളും വളരെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ, ഇതിന്റെ വർക്കിംഗ് റൂള് എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു എന്താണ്? 0യേക്കാളും ചെറുതാണെങ്കിലാണ് ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. 0യേക്കാളും ചെറുതാണെങ്കിൽ ലോക്കൽ മാക്സിമ എന്ന് പറയും. 0യേക്കാളും വലുതാണെങ്കിൽ അതിനെ ലോക്കൽ മിനിമ എന്ന് പറയും. ഓക്കെ, ലോക്കൽ മിനിമ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതിലേക്കാണ്. ലാസ്റ്റ് ടോപ്പിക് ഇതാണ്: അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മിനിമ. അതിൽ 4 സ്റ്റെപ്പുകളാണുള്ളത്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. അതിൽ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്. അബ്സല്യൂട്ട് മാക്സിമ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂവിനെ മാക്സിമം വാല്യൂ എന്ന് പറയും. ഇവിടെ ഒരു ഇന്റർവെല്ലും കൂടെ തരും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ. ഒരു ക്വസ്റ്റ്യന്റെ കൂടെ ഒരു ഇന്റർവെല്ലും കൂടെ തരും. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ അവിടെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0ക്ക് ഈക്വൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രിട്ടിക്കൽ പോയിന്റ് ഉൾപ്പെടെ അതിനകത്ത് ഇന്റർവെല്ലിൽ കിടക്കുന്ന എല്ലാ പോയിന്റുകളും ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ വാല്യൂസ് കിട്ടും.
അപ്പോൾ ആ വാല്യൂസിന്റെ മാക്സിമം വാല്യൂവിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് മാക്സിമ എന്ന് പറയുന്നത്, മിനിമം വാല്യൂവിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്നത്. ഇതിലെ സ്റ്റെപ്പ് നോക്കാം. ഫൈൻഡ് ദ ഓൾ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് f in interval, that is find the point x where either f dash of x is equal to 0 or f is not differentiable. ഫസ്റ്റ് പറഞ്ഞത് ആ പോയിന്റ് കണ്ടുപിടിക്കുന്നു. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ടേക്ക് ദ എൻഡ് പോയിന്റ് ഓഫ് ദ ഇന്റർവെൽ. എന്താണ് അത്? ആ ഇന്റർവെൽ തന്നിരിക്കുന്നതിൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് കാണും, ലാസ്റ്റ് പോയിന്റ് കാണും. ആ ഇന്റർവെല്ലിൽ ആ പോയിന്റ് വരെയുള്ള എൻഡ് പോയിന്റ് വരെയുള്ള വാല്യൂസ് എല്ലാം എടുക്കണം. Then step 3 എന്ന് പറയുന്നത് find all points listed in step 1 and step 2, calculate the value of f. Then ഈ വാല്യൂ കണ്ടുപിടിച്ചത് സ്റ്റെപ്പ് 1 ഉം സ്റ്റെപ്പ് 2 ഉപയോഗിച്ച് കണ്ടുപിടിച്ച വാല്യൂസ് എന്ത് ചെയ്യുക? നമ്മൾ ഈ f എന്ന് പറയുന്ന ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഓരോ വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിലെ മാക്സിമം വാല്യൂവിനെ പറയുന്ന പേരാണ് മാക്സിമ, അബ്സല്യൂട്ട് മാക്സിമം എന്നും അതിന്റെ മിനിമം പോയിന്റിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് മിനിമ എന്നും പറയുന്നു. അതിന്റെ മിനിമം പോയിന്റിനെ അബ്സല്യൂട്ട് മിനിമം എന്നും പറയുന്നു. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. ഇതിലെ പ്രോബ്ലത്തിലേക്ക് പോകാം, അപ്പോഴത്തേക്കും കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, അതുപോലെ ക്രിട്ടിക്കൽ പോയിന്റ്, അതുപോലെ അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമ, ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ വരെയാണ്, അതിന്റെ ഡെഫിനിഷൻ വരെയാണ് പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് ഈ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. ഡെഫിനേഷന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ കാര്യം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ ഒന്ന് പറയാം, ജസ്റ്റ് ഒന്ന് പറയാം ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു ലോക്കൽ മാക്സിമ ആകുന്നതിനും ലോക്കൽ മിനിമം ആകുന്നതിനും ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ ആകുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇവിടെയുള്ള ഒരു പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു. അതിന് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന കെ എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. ഈ കെ എന്ന് പറയുന്ന പോയിന്റില് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ കെ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ഇട്ടുകൊണ്ടാണ് നമ്മൾ കെ എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അതിനകത്തുള്ള പോയിന്റുകൾ കണ്ടുപിടിക്കുന്നത്. ഒന്നിൽ കൂടുതൽ പോയിന്റുകൾ കിട്ടാം. അതിനെ ഇന്റർവെൽ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അതൊന്നും ഇന്റർവെൽ ആയിട്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുത്തുകൊണ്ട് നമുക്ക് എക്സിന് ഓരോ പോയിന്റുകൾ കണ്ടുപിടിക്കാം. അതിലുള്ള ഒരു പോയിന്റ് ആണ് എനിക്ക് കെ എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ഞാൻ ഇത് കെ ഈ പോയിന്റ് അടയാളപ്പെടുത്തി. ഇതെന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ കർവാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. എഫ് ഡാഷ് ഓഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ കർവിന് ഒരു ടാൻജന്റ് വരയ്ക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർവിന് ഒരു ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഈ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് കർവിന് ടാൻജന്റ് വരയ്ക്കുന്നതെങ്കിൽ ആ കർവിന്റെ ടാൻജന്റ് അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് പറയുന്നത് അതിന്റെ എന്താണ് ടാൻജന്റ് ആണെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഇത് നിൽക്കുന്നത്. ഇതെന്താണ് ഇൻക്രിമെന്റ് ചെയ്തു പോവുകയാണ്, അതായത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ കെ എന്ന് പറയുന്ന വാല്യൂവിന്റെ ലെഫ്റ്റ് സൈഡില് പോസിറ്റീവ് വാല്യൂ, അതുപോലെ ഇവിടെ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഈ ടാൻജന്റ് പറയുന്നത് താഴേക്കാണ്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് വാല്യൂ ആണെന്ന് പറയാം. കുറയുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആണെന്ന് പറയാം. അതായത് ഈ കെ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റൈറ്റ് സൈഡിൽ എടുക്കുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. എന്തിന്റെ വാല്യൂ? എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവും ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവുമായിരിക്കും. ഇങ്ങനെയുള്ള ഫംഗ്ഷനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഫംഗ്ഷനെ പറയുന്ന പേരാണ് ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ തന്നെയാണ്. ഒന്നും കൂടെ ഞാൻ ഒന്ന് റഫ് ആയിട്ട് എന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡെഫിനേഷൻ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നതിന് ജസ്റ്റ് ഒന്ന് ലഘൂകരിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ലോക്കൽ മിനിമ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. ലോക്കൽ മിനിമ എന്ന് പറയുന്നത്
ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഗ്രാഫ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ വരച്ച കെ എന്ന് പറയുന്ന പോയിന്റ് എന്ന് എടുക്കുക. ഇതാണ് എനിക്ക് കിട്ടിയ കെ എന്ന് പറയുന്ന പോയിന്റ്. ഞാൻ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ച് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ പോയിന്റ്, ഒരു പോയിന്റ് എന്ന് പറയുന്നത് കെ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണെന്ന് എടുത്തു. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതെന്ന് പറയുന്നത് ടാൻജന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്, താഴേക്കാണ് വരുന്നത്. താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0യേക്കാളും ചെറുതായിരിക്കും, അതായത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ കെയുടെ ലെഫ്റ്റ് സൈഡിലെ നെഗറ്റീവ് വാല്യൂ, നേരത്തെ നേരെ ഓപ്പോസിറ്റ്. കെയുടെ റൈറ്റ് സൈഡിൽ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ടാൻജന്റ് വരുന്നത്. ഓക്കെ, ഇതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ, 0യേക്കാളും വലിയ വാല്യൂ. ആ സമയത്ത് ഇതെന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. ഈ ഫംഗ്ഷനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. അതായത് കെയുടെ ലെഫ്റ്റ് സൈഡിലെ നെഗറ്റീവ് വാല്യൂ റൈറ്റ് സൈഡിലെ പോസിറ്റീവ് വാല്യൂ ആയിട്ട് വരും. എഫ് ഡാഷിന്റെ വാല്യൂ പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റൈറ്റ് സൈഡില്, ലെഫ്റ്റ് സൈഡില് നെഗറ്റീവ് വാല്യൂ ആയിട്ടായിരിക്കും വരുന്നത്. അതിനെ പറയുന്ന പേരാണ് ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. ദെൻ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: f of x is equal to x cube minus 3x plus 3. Find the local maxima and local minima values. Okay, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² മൈനസ് 3 എന്നുണ്ട്. 3x² മൈനസ് 3 എന്ന് പറയുന്നതിനെ എന്താണ് ചെയ്യേണ്ടത്? ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. then f dash of x കണ്ടുപിടിക്കുക. f dash of x is equal to 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് f dash of x എന്ന് പറയുന്നത് എന്താണ്? 3x² minus 3 is equal to 0. രണ്ടിൽ നിന്നും 3നെ കോമൺ ആയിട്ട് എടുക്കാം. x² minus 1 is equal to 0. x² minus 1 is equal to 0 എന്ന് കിട്ടും. then രണ്ട് സംഖ്യകളുണ്ട്. ഇതെന്ന് പറയുന്നത് x² is equal to 1 എന്ന് കിട്ടും. x is equal to plus or minus 1 എന്ന് കിട്ടും. x ന്റെ വാല്യൂ എന്ന് പറയുന്നത് +1 ഉം കിട്ടും -1 ഉം കിട്ടും. അതായത് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് -1, ഇതെന്ന് പറയുന്നത് +1. ഓക്കെ, ദെൻ ഈ രണ്ട് പോയിന്റുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ k എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോയിന്റുകൾ എടുത്താലും ഈ -1ന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഏതെങ്കിലും പോയിന്റ് എടുത്ത് f dash of x ന് കൊടുക്കുമ്പോഴും ഇതിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള പോയിന്റുകൾ എടുത്ത് f dash of x ന് കൊടുക്കുമ്പോഴും ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോയിന്റ് എടുത്ത് കൊടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ, ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ എടുത്ത് കൊടുക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ ലോക്കൽ മാക്സിമ എന്നാണ് പറയുന്നത്. then ഈ +1ന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വാല്യൂ എടുത്ത് കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നതെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? പോസിറ്റീവ് വാല്യൂ. ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെയാണ് എന്ത്? ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. നേരെ തിരിച്ചാണ്, ഇവിടെ നെഗറ്റീവ് വാല്യൂ ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഇതിനെ ലോക്കൽ മിനിമ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റുകൾ കിട്ടി. +or-1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. അതായത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന വാല്യൂ, എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 എന്ന് പറയുന്ന വാല്യൂ. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 എന്നും -1 എന്നും കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ, ആ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. then ഒരു നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് -1 കണ്ടീഷൻ, ഇതെന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന കണ്ടീഷൻ. then 1നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. -1നെ മാറ്റി വയ്ക്കുകയാണ്. 1ന്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ഒരു പോയിന്റ് എടുക്കാം. 1ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പോയിന്റ് എടുക്കാം.
നമുക്ക് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 എന്നും -1 എന്നും കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ, ആ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ദെൻ ഒരു നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് -1 കണ്ടീഷൻ, ഇതെന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന കണ്ടീഷൻ. ദെൻ 1നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്, -1നെ മാറ്റി വയ്ക്കുകയാണ്. 1ന്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ഒരു പോയിന്റ് എടുക്കാം, 1ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പോയിന്റ് എടുക്കാം. ദെൻ 1ന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോയിന്റിനെ ഞാൻ 0.9 എന്ന് എടുത്തു, 1ന്റെ റൈറ്റ് സൈഡിലേക്കുള്ള പോയിന്റിനെ 1.1 എന്ന് എടുത്തു. ഓക്കെ, 1.1 എന്ന് എടുത്തു. അപ്പോൾ 1ന്റെ റൈറ്റ് സൈഡിലേക്കുള്ള പോയിന്റ് f of x 1 എന്ന് എടുക്കുന്ന വാല്യൂ എടുക്കാം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വാല്യൂവിനെ ഞാൻ 0.9 എന്നും റൈറ്റ് സൈഡിലുള്ള വാല്യൂവിനെ 1.1 എന്നും എടുത്തു. Then ഈ വാല്യൂ എന്ന് പറയുന്നത് f dash of x എന്ന് പറയുന്നതിൽ കൊടുക്കുക. f dash of x എന്ന് പറയുന്നത് 3 into x square minus 3 എന്നത് പറയുന്നതാണ്. then ഇതിലെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. f dash of എന്താണ് 0.9 is equal to 3 into 0.9 the whole square minus 3 that is equal to 0.9 the whole square എന്ന് പറയുന്നത് 3 into 0.81 രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം, 81 minus 3 എന്ന് കിട്ടും. that is equal to കാൽക്കുലേറ്റർ എന്നറിയാം 3 into 0.81 3 into 0.81 minus 3 that is equal to minus 0.57 എന്നാണ് കിട്ടുന്നത്. minus 0.57 ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്, 0യേക്കാളും ചെറിയ വാല്യൂ ആണ്. then അടുത്തത് f dash of 1.1 ആണ് കണ്ടുപിടിക്കുന്നത്. f dash of 1.1 that is equal to, അപ്പോൾ ഇവിടെ എന്ത് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. then 1.1 നെ കണ്ടുപിടിക്കുക. that is equal to 3 into 1.1 the whole square minus 3 that is equal to 3 into 121 minus 3 that is equal to 3 into 1.21 minus 3 0.63 എന്നാണ് കിട്ടുന്നത്. 0.63 that is greater than 0. അതായത് ഇവിടെ പോസിറ്റീവ് വാല്യൂ എന്ന് കിട്ടി, ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ ഫസ്റ്റ്, അടുത്തത് പോസിറ്റീവ് വാല്യൂ. അതായത് ഇതെന്ന് പറയുന്നത് ലോക്കൽ മിനിമം ആണ്. എന്താണ്? ലോക്കൽ മിനിമം പോയിന്റ് ആണ്. ആ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ലോക്കൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 1 എന്ന് പറയുന്ന വാല്യൂ f of x ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇത് ലോക്കൽ മിനിമം ആണോ മാക്സിമം ആണോ കണ്ടുപിടിക്കുന്ന രീതിയാണ് പറഞ്ഞത്. ഇനി ലോക്കൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ f of x ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് f of local minimum value at x is equal to എന്താണ് 1 എന്ന് പറയുന്ന കണ്ടീഷനാണ് പറഞ്ഞത്. that is equal to f of 1 that is equal to 1 cube minus 3 into 1 plus 3 1 minus 3 plus 3 that is equal to 1 എന്ന് കിട്ടി. അതായത് ലോക്കൽ മിനിമം വാല്യൂ അറ്റ് x is equal to 1 എന്ന് പറയുന്നതിൽ ലോക്കൽ മിനിമം വാല്യൂ ആണ് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇതുപോലെ തന്നെ ഏത് കണ്ടുപിടിക്കണം? -1 എന്ന് പറയുന്ന കണ്ടീഷനുമില്ലേ? -1 എന്ന് പറയുന്ന കണ്ടീഷനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ -1.1 ആണ്, റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ -0.9 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു. 0.9 എന്ന് പറയുന്ന വാല്യൂ എടുത്തു. ഇത് f dash of x ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. f dash of x ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന്റെ ആൻസർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. f dash of x ൽ -0.9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ 0 എന്നാണ് കിട്ടുന്നത്. -0.9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ 0 ആണ്. അതായത് ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. അടുത്തത് f dash of എന്താ -1.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ 0.9 -0.9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ലെസ് ദാൻ നെഗറ്റീവ്, ഇത് പോസിറ്റീവ് വാല്യൂ. അതായത് ഇതെന്ന് പറയുന്നത് ലോക്കൽ മാക്സിമ. പോസിറ്റീവ് നെഗറ്റീവിലേക്ക്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. ലോക്കൽ മാക്സിമം വാല്യൂ at x is equal to എന്താ? x is equal to -1
അതായത് എഫ് ഓഫ് മൈനസ് 1 കണ്ടുപിടിക്കുക. മൈനസ് 1 the whole cube മൈനസ് 3 into മൈനസ് 1 പ്ലസ് 3 ചെയ്യുക. that is equal to മൈനസ് 1 the whole cube എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. മൈനസ് 3 പ്ലസ് 3 ആവും. പ്ലസ് 3 പ്ലസ് 3 that is equal to 6 മൈനസ് 1 is equal to 5 എന്ന് കിട്ടും. അതായത് ലോക്കൽ മാക്സിമം വാല്യൂ at x is equal to മൈനസ് 1 ആണ്. that is equal to 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള വാല്യൂസും ബാക്കിയുള്ള ക്വസ്റ്റ്യനും കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വാല്യൂ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് വാല്യൂ റൈറ്റ് സൈഡിൽ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിനെ ലോക്കൽ മാക്സിമ എന്ന് പറയും. ലോക്കൽ മാക്സിമ എന്ന് പറയും. ദെൻ ഇവിടെ നെഗറ്റീവ് വാല്യൂ ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിനെ ലോക്കൽ മിനിമ എന്ന് പറയും. രണ്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് നമ്മൾ ചെയ്തത്. രണ്ടും വരാത്ത കണ്ടീഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ ഒരു വാല്യൂ കെ എന്ന് പറയുന്ന വാല്യൂ എടുത്തു. ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെയും പോസിറ്റീവ് വാല്യൂ ഇവിടെയും പോസിറ്റീവ് വാല്യൂ, അല്ലെങ്കിൽ ഇവിടെ ഒരു കെ എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് വാല്യൂ ഇവിടെയും നെഗറ്റീവ് വാല്യൂ വരികയാണെങ്കിൽ ഇതിനെയാണ് എന്താണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇതിനെക്കാട്ടിയും വളരെ എളുപ്പമാണ്. ഇതേപോലെ f of x is equal to 3x raised to 4 plus 4x cube minus 12x square plus 12. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് f dash of x കണ്ടുപിടിക്കുക. f dash of x is equal to 3 into 4x cube plus 4 into 3x square minus 12x plus 0. That is equal to 12x cube plus 12x square minus 12x. Then f dash of x is equal to 0 ചെയ്യുക. f dash of x എന്ന് പറയുന്നത് 12x cube plus 12x square minus 12x is equal to 0 ആണ്. is equal to 0 ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് is equal to 0 കിട്ടിയ then ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. പോയിന്റുകൾ കണ്ടുപിടിക്കുക. 12x എല്ലാത്തിനും കോമൺ ഉണ്ട്, അതിനെ ഞാൻ പുറത്തെടുക്കുകയാണ്. 12x into എന്താണ് x സ്ക്വയർ പ്ലസ് x മൈനസ് 12x നെ പുറത്തെടുത്താൽ എന്ത് കിട്ടും? 12x നെ പുറത്തെടുത്താൽ മൈനസ് 1 is equal to 0. 12x is equal to 0, x is equal to എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ x ന്റെ വാല്യൂ ഒന്നും എന്തായി? 0 എന്നായി. x is equal to 0. ഇവിടെ x സ്ക്വയർ പ്ലസ് x മൈനസ് 1 രണ്ട് വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1 ഉം രണ്ട് വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x a into b is equal to മൈനസ് 1 എന്നും അതേ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ 1 ഉം കിട്ടണം. അതേ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ a പ്ലസ് b ചെയ്യുമ്പോൾ 1 ഉം കിട്ടണം. 12x ഓക്കെ 1 ഉം കിട്ടണം. ചെയ്തപ്പോൾ ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എന്താണ് 12x സ്ക്വയർ ആണ്. 12 into 2x ആണ്. 12 into 2x 12 into 2x that is equal to 24x plus 0. 24x 12x നെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ 2 എന്ന് കിട്ടും. 24x ഓക്കെ 24x ജസ്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തപ്പോഴത്തേക്കും പ്രശ്നം പറ്റിയാണ്. 2 into 12 into x ആണ്. 2 into 12 into x ആണ്. then that is equal to 12x നെ പുറത്തെടുക്കുമ്പോൾ x is equal to 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. രണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 എന്നും അതേ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ +1 എന്നും കിട്ടണം. രണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 കിട്ടണമെങ്കിൽ 1 2 എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കാം. അപ്പോൾ -1 into 2 എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. then -1 plus 2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതായത് വാല്യൂസ് പറയുന്നത് -1 2 എന്ന് പറയുന്ന വാല്യൂസ് കിട്ടും. -1 2 അതായത് ഇതിനെ മാറ്റിയിട്ട് ഇത് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു x is equal to 0 എന്ന്. ഇതിനെ മാറ്റി എഴുതുമ്പോൾ x -1 into x plus 2 is equal to 0, x is equal to 1 എന്നും x is equal to -2 എന്നും കിട്ടും. x is equal to 1,
x is equal to -2. അപ്പോൾ x is equal to 0 എന്ന് പറയുന്ന വാല്യൂ x is equal to 1 എന്ന് പറയുന്ന വാല്യൂ x is equal to -2 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പറയുന്നത് f ഡബിൾ ഡാഷ് ഓഫ് x ആണ് കണ്ടുപിടിക്കുന്നത്. f ഡബിൾ ഡാഷ് ഓഫ് x ആണ് കണ്ടുപിടിക്കുന്നത്. f of x എന്ന് പറയുന്നത് f ഡാഷ് ഓഫ് x എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? 12x ക്യൂബ് പ്ലസ് ഇവിടെ എന്താണ് 12x സ്ക്വയർ മൈനസ് 24x എന്നാണ് കിട്ടിയത്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 into 3x സ്ക്വയർ പ്ലസ് 12 into 2x minus 24. That is equal to 12 into 3 എന്ന് പറയുന്നത് 36 ആണ്. 36x സ്ക്വയർ പ്ലസ് 24x minus 24 എന്ന് കിട്ടും. 36x സ്ക്വയർ 36x സ്ക്വയർ പ്ലസ് 24x മൈനസ് 24 എന്ന് കിട്ടും. ദെൻ ഇതിൽ നമുക്ക് എന്താണ് x ന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ f ഡബിൾ ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കുക. f ഡബിൾ ഡാഷ് ഓഫ് 0 that is equal to 36 into 0 square plus 24 into 0 minus 24. That is equal to ഇത് 0 that is equal to minus 24 എന്ന് കിട്ടും. minus 24 എന്ന് പറയുന്നത് 0യേക്കാളും ചെറിയ വാല്യൂ ആണ്. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഈ വാല്യൂല് 0 എന്ന് പറയുന്ന വാല്യൂല് f എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ചെറുതായതുകൊണ്ട് ഇത് മാക്സിമം ആണ്. ഓക്കെ, ലോക്കൽ മാക്സിമം ആണ്. ദെൻ അടുത്തത് ഇതുപോലെ f ഡാഷ് ഓഫ് എന്ത് കണ്ടുപിടിക്കുക? 1 കണ്ടുപിടിക്കുക. f ഡാഷ് ഓഫ് 1 കണ്ടുപിടിക്കുക. 1 കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 48 എന്നാണ് കിട്ടുന്നത്. 48 എന്ന് പറയുന്നത് 0യേക്കാളും എന്താണ്? വലുതാണ്. അതുകൊണ്ട് ഇത് ലോക്കൽ മിനിമം ആണ്. ദെൻ അടുത്തത് f ഡാഷ് ഓഫ് എന്ത് കണ്ടുപിടിക്കുക? -2 കണ്ടുപിടിക്കുക. f ഡാഷ് ഓഫ് -2 കണ്ടുപിടിക്കുക. -2 കണ്ടുപിടിക്കുമ്പോൾ 84 എന്നാണ് കിട്ടുന്നത്. 84 അതും എന്താണ്? 0യേക്കാളും വലുതാണ്. ഇതും എന്താണ്? ലോക്കൽ മിനിമം ആണ്. നേരത്തെ കണ്ടുപിടിച്ച പോലെ അല്ല, നമ്മൾ ഇവിടെ f ഡാഷ് ഓഫ് x f ഡബിൾ ഡാഷ് ഓഫ് x കണ്ടുപിടിക്കുമ്പോൾ f ഡബിൾ ഡാഷ് ഓഫ് x എന്ന് പറയുന്നത് 0യേക്കാളും ചെറുതാണെങ്കിൽ അതെന്താണ്? മാക്സിമം. 0യേക്കാളും വലുതാണെങ്കിൽ അത് മിനിമവുമാണ് എന്നാണ് നമ്മൾ ഡെഫിനിഷൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കിട്ടും. ദെൻ ഈ വാല്യൂ ലോക്കൽ മാക്സിമം പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 0 എന്ന് പറയുന്ന വാല്യൂ f എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ചെയ്തു നോക്കുക. f എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലോക്കൽ മിനിമം വാല്യൂ കിട്ടും. ലോക്കൽ മാക്സിമം വാല്യൂ അറ്റ് x is equal to 1 എന്ന് പറയുന്നത് അറ്റ് x is equal to -2 എന്ന് പറയുന്നത് ലോക്കൽ മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലോക്കൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആ വാല്യൂ എടുത്ത് f of x എന്ന് പറയുന്നതിൽ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. അതിന്റെ ആൻസർ മാത്രം ഞാൻ എഴുതുകയാണ്. f of -2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പറയുന്നത് 20 എന്നാണ്. f of -2 എന്ന് പറയുന്നത് 20 എന്ന് കിട്ടും. f of -2 20. f of 1 എന്ന് പറയുന്നത് 7 എന്ന് കിട്ടും. f of 1 എന്ന് പറയുന്നത് 7 എന്നാണ് കിട്ടുന്നത്. f of 0 എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 into എന്താണ് 0 raised to 4 plus 4 into 0 cube minus 12 into 0 square plus 12. That is equal to ഇവിടെ 0 that is equal to 12 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. f of 0 എന്ന് പറയുന്നത് 12. അപ്പോൾ ഇത് രണ്ടും എന്താണ്? മിനിമം ആണ്. ഇതാണ് മാക്സിമം, ലോക്കൽ മാക്സിമം വാല്യൂ. ലോക്കൽ മാക്സിമം വാല്യൂ ഇതാണ്. ഓക്കെ, ഇതാണ് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചുള്ളത്. ഇനി ക്രിട്ടിക്കൽ അബ്സല്യൂട്ട് മാക്സിമ അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെയാണ് പെൻഡിങ് ഉള്ളത്.
Find the absolute maximum and minimum values of the function f given by f of x is equal to 2x cube minus 15x square plus 36x plus 1 on the interval 1,5. ഇവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഞാൻ പ്രോസസ്സ് മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക. ഇവിടെ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, അതിനെ 0ക്ക് ഈക്വേറ്റ് ചെയ്യുക. ഓക്കെ, 0ക്ക് ഈക്വേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ എക്സിന് ഓരോ വാല്യൂസ് കിട്ടും, അത് കണ്ടുപിടിക്കുക. അത് എത്രയോ ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് ഇവിടെ കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സിന് ഇവിടെ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1 എന്നും 2 എന്നും 3 എന്നും 5 എന്നുമാണ്. 1 2 3 4 5 ഇവിടെ കിട്ടുന്നത് 3ഉം 2ഉം ആണ്. 3ഉം 2 ആണ് കിട്ടുന്നത്. 3ഉം 2 ആണ് എഫ് എക്സിന് വാല്യൂ കിട്ടുന്നത്. 3ഉം 2 ആണ് ഇതിവിടെ തന്നത് നിങ്ങൾക്ക് എക്സിന് വാല്യൂ കിട്ടുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അതില് ഈ ഇന്റർവെലിനകത്ത് വരുന്ന എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അബ്സല്യൂട്ട് വാല്യൂ ഉൾപ്പെടെ. ഇവിടെ കിട്ടുന്ന ക്രിട്ടിക്കൽ വാല്യൂ, അബ്സല്യൂട്ട് അല്ല ക്രിട്ടിക്കൽ വാല്യൂ ഉൾപ്പെടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫ് ഓഫ് 2 ചെയ്യുക, എഫ് ഓഫ് 3 ചെയ്യുക, എഫ് ഓഫ് 4 ചെയ്യുക, എഫ് ഓഫ് 5 ചെയ്യുക. ഓക്കെ, അപ്പോൾ കിട്ടുന്നതിൽ മാക്സിമം വാല്യൂ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നതിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഏത് വാല്യൂ ആണ് കിട്ടുന്നത്, വലിയ വാല്യൂ കിട്ടുന്നത്, അതാണ് അബ്സല്യൂട്ട് മാക്സിമ. ദെൻ മിനിമം വാല്യൂ കിട്ടുന്നത് ഏതിനാണോ അതാണ് അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത മോഡൽ തന്നെയാണ് വരുന്നത്. അതിൽ ആകെ വാല്യൂസ് എല്ലാം ഈ ഇന്റർവെലിനകത്ത് വരുന്ന വാല്യൂസ് എല്ലാം തന്നെ നമ്മൾ പ്രോപ്പർ വേയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ കിട്ടുന്ന ഇവിടെ കിട്ടുന്ന ക്രിട്ടിക്കൽ വാല്യൂ ഉൾപ്പെടെ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ക്രിട്ടിക്കൽ വാല്യൂ ഉൾപ്പെടെ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസർ എല്ലാം ഇവിടെ സംതിങ് വാല്യൂസ് കിട്ടും, ഇവിടെ എല്ലാം ഓരോ വാല്യൂസ് കിട്ടും. അപ്പോൾ ആ വാല്യൂസ് എല്ലാം നോക്കുമ്പോൾ അതിലെ വാല്യൂ വലുത് ഏതാണോ അതാണ് അബ്സല്യൂട്ട് മാക്സിമം. ഇവിടെ 5 എന്ന് പറയുന്നതിലായിരിക്കും കിട്ടുന്നത്. 56 എന്ന് മറ്റുമാണ് കിട്ടുന്നത്. അപ്പോൾ 56 എന്ന് പറയുന്ന വാല്യൂ ആണ് മാക്സിമം ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം ആയിട്ട് x is equal to 5. ഓക്കെ, അറ്റ് x is equal to 5 എന്ന് പറയുന്ന പോയിന്റിലാണ് അബ്സല്യൂട്ട് മാക്സിമം. വാല്യൂ എന്ന് പറയുന്നത് 56 ആണ് എടുത്തെഴുതുക. അബ്സല്യൂട്ട് മിനിമം ഏതിലാണോ കിട്ടുന്നത് അതെടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് അതിന്റെ ഡെഫിനേഷനും കാര്യങ്ങളും എല്ലാം പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ലഘൂകരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഗ്രാഫിക്കൽ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ സെഷനും ഇതുപോലെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സ്പീഡിൽ പോയെന്ന് പറയുന്ന ഈ സെഷൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെഷനാണ്. നിങ്ങൾ ഇതിൽ പ്രോബ്ലങ്ങളൊന്ന് ചർച്ച ചെയ്ത് നോക്കുക. ഇത് ഒരുപാട് വലിയ വീഡിയോ ആയിട്ട് മാറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൽ കുറച്ച് പോർഷനുകൾ മാത്രമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിലെ പ്രോബ്ലം ഒന്ന് ഐഡിയ മാത്രം പറഞ്ഞു പോയിരിക്കുന്നത്. വലിയ ലെന്തി ആയിട്ടുള്ള വീഡിയോ ആവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ലാസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് വരുന്നത്. ആ ലാസ്റ്റ് എക്സസൈസ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അടുത്ത ദിവസം നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് തുടങ്ങുകയാണ്. രണ്ടാമത്തെ പാർട്ട് തുടങ്ങുകയാണ്. 6ാമത്തെ ചാപ്റ്റർ വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഇതുവരെ മാത്സ് ഗുരുവിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.